ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എങ്ങനെയുണ്ട് എല്ലാവരുടെയും ട്രേഡിംഗ് ജേർണി? അടിപൊളിയായിട്ട് പോണു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ ഇപ്പോഴും ഈ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. കുറേ പേര് പുതുതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട്, ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഡൗട്ട്സ് ഒക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴും എന്താണ് ശരിക്കും ഫോറക്സ് ട്രേഡിംഗ്? കാരണം ഒരുപാട് ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചതിക്കുഴികളും ഇങ്ങനെയെല്ലാം കേൾക്കുന്നത് കൊണ്ടായിരിക്കും എല്ലാവർക്കും കുറച്ച് ഡൗട്ട്സ് ഉണ്ട് എന്താണ് ശരിക്കും ഫോറക്സ് ട്രേഡിംഗ് എന്നൊക്കെ. നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചൊരു A to Z ആയിട്ടുള്ള അതിൻ്റെ ബേസിക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഓൾറെഡി വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും ശരിക്കും എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് അറിയാൻ ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട്. സോ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച്. സോ അതിൽ നിന്നാണ് ഈ 4X എന്നുള്ള ടേം, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ 4ഉം Xും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഫോറക്സ് എന്നുള്ള ടേം വന്നിരിക്കുന്നത്. സോ ബേസിക്കലി ഫോറിൻ എക്സ്ചേഞ്ച് ആണ് ഇത്. സോ ഫോറിൻ എക്സ്ചേഞ്ച് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മണി എക്സ്ചേഞ്ച് ഒക്കെ അല്ലേ, ഇപ്പോൾ യൂണിമണി, അഹല്യ പോലത്തെ മണി എക്സ്ചേഞ്ചുകളില്ല. ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ പൈസ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അതുപോലെ അവിടുന്ന് വരുമ്പോഴും നമ്മൾ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യും. ഈ സെയിം കാര്യം തന്നെ ഓൺലൈനായിട്ട് നടക്കുന്നതാണ് ഫോറക്സിൽ മെയിൻലി. അതായത് കറൻസിയുടെ എക്സ്ചേഞ്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാനല്ല, അതായത് ഫിസിക്കലി നമുക്ക് യൂസ് ചെയ്യാനല്ല, പകരം നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അതായത് നമ്മൾ ഒരു കറൻസി കൊടുക്കുന്നു, വേറെ ഒരു കറൻസി വാങ്ങിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു വാല്യൂ കൂടുമ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇതാണ് ഇവിടെ ബേസിക്കലി നടക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഓരോ രാജ്യത്തിനും സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതായത് അവിടുത്തെ കമ്പനികളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ റിലയൻസിൻ്റെ അല്ലെങ്കിൽ മാൻകൈൻഡ് ഫാർമ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ NSE BSE രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാവും. സോ അതിൻ്റെ എല്ലാം സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. അതിൻ്റെ എല്ലാം സ്റ്റോക്കിന് പ്രൈസ് കൂടുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാലേ. സോ ഇവിടേക്ക് വരുമ്പോൾ ബേസിക്കലി കറൻസിയാണ് വരുന്നത്. കറൻസിയുടെ എക്സ്ചേഞ്ചുകളാണ് മെയിൻലി വരുന്നത്. പക്ഷെ കറൻസി മാത്രമല്ല, കമോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, പിന്നെ നമുക്ക് ബിറ്റ് കോയിൻസ് വരുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസികൾ, ബിറ്റ് കോയിൻ അങ്ങനത്തെ എതേറിയം പോലത്തെ ക്രിപ്റ്റോ കറൻസികൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റോക്കുകൾ, ഇപ്പം നാസ്ഡാക്ക് വരുന്നുണ്ട്, അതുപോലെ അങ്ങനത്തെ കുറേ സ്റ്റോക്കുകളും വരുന്നുണ്ട്. പക്ഷെ ബേസിക്കലി എല്ലാവരും ചെയ്യുന്നത് കറൻസിയിലാണ്. അതുപോലെ കമോഡിറ്റീസ് ആയുള്ള ഗോൾഡിൽ പിന്നെ ബിറ്റ് കോയിനിലും ചെയ്യുന്നവരുണ്ട്. ബേസിക്കലി ഇതിലൊക്കെയാണ് എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങി വെക്കും, എന്നിട്ട് ഇതിനൊക്കെ പ്രൈസ് കൂടും. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഗോൾഡ് തന്നെ നോക്കുക. ഗോൾഡിന് ഇപ്പം നല്ല പ്രൈസ് കൂടി നിൽക്കുന്ന സമയമാണ്. സോ ഇപ്പോൾ ഒരു ക്യാഷിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ മുന്നേ വാങ്ങി വെച്ച ഗോൾഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ, അതായത് കുറച്ചൊരു 5 കൊല്ലം മുന്നേ വെച്ച ഗോൾഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഇരട്ടി പൈസ കിട്ടും നമുക്ക്. ജസ്റ്റ് ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഇരട്ടി പൈസ നമുക്ക് ഡബിളായിട്ട് കിട്ടുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്രയൊരു ടൈം പീരീഡ് നമുക്ക് പലതും സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് രാവിലെ വാങ്ങിയിട്ട് വൈകുന്നേരം കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. വാങ്ങലും മാത്രമല്ല തിരിച്ച് വിൽക്കലും വാങ്ങലും എല്ലാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. സോ ഇത് നമുക്ക് ബേസിക്കലി ഇനിയിപ്പോൾ 2 ദിവസം ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, 1 വീക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, 1 ഇയർ ഹോൾഡ് ചെയ്യണമെങ്കിലും ഹോൾഡ് ചെയ്യാം. സോ അതെങ്ങനെയാണ്, നമുക്ക് ലോങ് ടേം വേണോ ഷോർട്ട് ടേം വേണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വാങ്ങലല്ല, കൃത്യമായി ഇത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു കറൻസി ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും കൃത്യമായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കറൻസിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കറൻസീസ് ഉണ്ട്. കറൻസീസ് പെയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഒരുപാട് കറൻസീസ് ഉണ്ട്. ബേസിക്കലി 8 മേജർ കറൻസീസ് വരുന്നുണ്ട്. അതായത് US ഡോളർ അടക്കം, ഇപ്പോൾ യൂറോ, അതുപോലെ തന്നെ ബ്രിട്ടൻ പൗണ്ട്, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ, അങ്ങനെ 8ഓളം കറൻസീസ് മേജറായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചില എക്സോട്ടിക് കറൻസി
എക്സോട്ടിക് കറൻസി എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന കൺട്രീത്തെ കറൻസികൾ, അതായത് ഇന്ത്യ പോലത്തെ ഇന്ത്യൻ റുപ്പി, അതുപോലെ സൗത്ത് ആഫ്രിക്കൻ റാൻഡ്, ഇങ്ങനത്തെയൊക്കെ കറൻസികളും ഉണ്ട്. പക്ഷെ അത് എല്ലാത്തിലും അവൈലബിൾ അല്ല. മേജർ ആയിട്ടുള്ള കറൻസീസ് എല്ലാത്തിലും അവൈലബിൾ ആയിരിക്കും. ജാപ്പനീസ് യെന്നൊക്കെ ഈ മേജർ കറൻസീസിൽ വരുന്നുണ്ട്. സോ ഈ മേജർ കറൻസീസുകൾ വാങ്ങുകയും വിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഫുൾ കുറേ രാജ്യങ്ങളുടെ കറൻസീസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇത് വേൾഡ് വൈഡ് നടക്കുന്ന ഒരു ട്രേഡിംഗ് ആണ്. സോ ഒരു കൺട്രിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തോ ഒതുങ്ങല്ല, വേൾഡ് വൈഡ് ഉള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. സോ ട്രില്യൺസ് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി എത്രയോ ട്രേഡിങ് ബൈയും സെല്ലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ വോളിയം ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത് ഫോറക്സ് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു കറൻസി എക്സ്ചേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹൈ വോളിയം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ട്രേഡ് എടുക്കാനും അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് കിട്ടുകയല്ല, നമുക്കൊരു ബ്രോക്കർ വഴിയാണ് നമുക്ക് ആക്സസ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നല്ല ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ ബ്രോക്കറിൻ്റെ പല ചതിക്കുഴികളെ കുറിച്ചിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ തീർച്ചയായും പോയി കാണണം. കാരണം അവർ വഴിയാണ് നമുക്കൊരു ക്യാപിറ്റൽ, നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനും പറ്റുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് പ്രോഫിറ്റ് എല്ലാം ഞാൻ എടുക്കുന്ന ഒരു ബ്രോക്കറാണ്. ഇതുവരെ ഒരു ഇഷ്യൂസ് ഇല്ലാതെ 7 years ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ്. സോ നമുക്കിങ്ങനെ ബ്രോക്കർ വഴിയൊക്കെയാണ് ആക്സസ് കിട്ടുക. സോ ഇങ്ങനെ ആക്സസ് ഒക്കെ എടുത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രേഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് എല്ലാം എടുക്കാം. പക്ഷേ എപ്പോഴും പ്രോഫിറ്റ് എന്നല്ല, നമുക്ക് ലോസ് വരാനും ചാൻസസ് ഉണ്ട്. കാരണം ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരാൾ ട്രേഡ് കൊടുക്കാം, വേറെ ആളുകൾ ട്രേഡ് കൊടുക്കുമ്പോൾ ആ ഡയറക്ഷനിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. നമ്മളൊരു സാധനം വില കൂടുമെന്ന് വിചാരിച്ച് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വില കുറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് വരിക. സോ അങ്ങനത്തെ ഒരുപാട് നഷ്ടങ്ങളും വരും. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എപ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കറക്റ്റായിട്ട് ടെക്നിക്കലും ഫണ്ടമെൻ്റലുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ച് വേണം എപ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഫോക്കസ് ട്രേഡിൻ്റെ ഫോറക്സ് മാസ്റ്ററി കോഴ്സിലൂടെ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ബിഗിനർ ആണെങ്കിൽ A to Z ആയിട്ടുള്ള ബിഗിനർ ലെവൽ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബിഗിനറും അഡ്വാൻസും ചേർന്നിട്ടുള്ള A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ബേസിക് ഐഡിയാസ് ഉണ്ട്. കാരണം ഇതിന് സെപ്പറേറ്റ് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയാസ് ഉണ്ട്. നല്ലൊരു സ്ട്രാറ്റജി, അതായത് എപ്പോഴും ട്രേഡ് ചെയ്യാൻ നല്ല മെത്തേഡ് വേണം. സോ നല്ലൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ അഡ്വാൻസ് ലെവൽ കോഴ്സസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല നല്ല മെത്തേഡ്സും പ്രോഫിറ്റ് എടുക്കുന്ന മെത്തേഡ്സ് ഒക്കെ നമ്മൾ അതിലൂടെ പറയുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതെല്ലാം നോക്കാം, അതെല്ലാം കാണാം. സോ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള A to Z കാര്യങ്ങളൊക്കെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ബ്രോക്കേഴ്സിനെ കുറിച്ചിട്ട്, ഇതിൽ വരുന്ന ചതിക്കുഴികളെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ അതും നിങ്ങളെല്ലാവരും പോയി കാണണം. സോ ഇപ്പോൾ ഫോറക്സിനെ കുറിച്ചിട്ട് ഈ തുടക്കം, അതായത് തുടങ്ങി വരുന്നവർക്കൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല, എന്താണ് ഫോറക്സ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഡിഫറൻസ് എന്നൊക്കെ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്, മെസ്സേജ് അയച്ച് ഡയറക്റ്റ് ചോദിക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസിലൂടെ ചോദിച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.